റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ എക്സാം ഷെഡ്യൂളിൻ്റെ നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വിവിധ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. ടെക്നീഷ്യൻ, ALP, അതുപോലെ JE, അതുപോലെ തന്നെ നിങ്ങൾക്ക് RPF തുടങ്ങിയിട്ടുള്ള വിവിധ പോസ്റ്റിലേക്കുള്ള വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനാണ് കാണുക. ഇതിൻ്റെ കറക്റ്റായിട്ട് എക്സാം ഡേറ്റ് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പം ടെക്നീഷ്യൻ്റെ വേക്കൻസിയൊക്കെ രണ്ടാമത് റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് 9,000-ഓളം വേക്കൻസി ആയിരുന്നു ആദ്യം വിളിച്ചപ്പം 4 മാസം മുൻപായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അത് വേക്കൻസി റിവൈസ് ചെയ്തു. അപ്പോൾ അതിൽ കൂടുതൽ വേക്കൻസികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വിവിധ ട്രേഡുകൾ വന്നിട്ടുണ്ട്. ആദ്യം 18 വരെ ആയിരുന്നു കാറ്റഗറി വിളിച്ചത്, ഇപ്പോൾ 40 വരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ 14,298 വേക്കൻസി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓൺഗോയിങ് ആയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇപ്പം നിങ്ങൾക്ക് നിലവിലുണ്ട്. അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ കയറിയ വീഡിയോ സെലക്ട് ചെയ്ത റീസെൻ്റായിട്ട് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൂടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബെല്ലേക്ക് എനേബിൾ ചെയ്യാം. ഓക്കെ, അതോടെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഈ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കൂടെ കാണാം. 7/10/2024 7/10/2024 എന്ന് പറയുന്നത് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് 7/10 അപ്പോൾ ആ സെയിം ഡേറ്റിൽ തന്നെയാണ് നോട്ടീസ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതും ഇന്ന് തന്നെ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആണ്. ഇതിൻ്റെ ഡേറ്റ് ആയില്ല എന്ന് പലരും കമൻറ്റായിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഇവിടെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം CN നമ്പർ 1/ നിങ്ങൾക്ക് കാണാം 2024 ALPൻ്റെ വന്നിട്ടുണ്ട്. ALPൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ അവിടെ പറയുന്നത് 25/11 മുതൽ 29/11 വരെയാണ് അതിൻ്റെ ഒരു ഡേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് എക്സാം ഡേറ്റ് കിട്ടുക. അപ്പോൾ ഈ പറയുന്ന വിവിധ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും. കാരണം ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എക്സാമാണ്. അപ്പം എക്സാം സെൻറ്ററിൻ്റെ അവൈലബിലിറ്റി ഇതിനനുസരിച്ച് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും നടക്കുക. അപ്പോൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് ആയിരിക്കും. 25/11-29 അതുപോലെ തന്നെ നിങ്ങൾക്ക് RPF SI വിളിച്ചിട്ടുണ്ട്. അതിന് SIൻ്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. 2/12 മുതൽ 5/12 ഈ ഡേറ്റിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുക. ദെൻ ടെക്നീഷ്യൻ നിങ്ങൾ 16/12 26/12 ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മിനിമം ആ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ എയിം ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്ത് പഠിക്കട്ടോ. ഓക്കെ. ദെൻ JE മറ്റു പോസ്റ്റുകളിലൊക്കെ ആണെങ്കിൽ 6/12 മുതൽ 13/12 ഓക്കെ. ഇതൊക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ആണ് ഈ പറയുന്ന ഡേറ്റിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ഇത് നിങ്ങളൊരു ക്രൂഷ്യൽ ഡേറ്റ് ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ടൈമൊക്കെ മാനേജ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. അത്യാവശ്യം വേക്കൻസി കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ഡേറ്റിൻ്റെ 10 ദിവസം മുൻപാണ് നമുക്ക് ഈ പറയുന്ന എക്സാം സിറ്റിയും ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അതിനുള്ള ലിങ്കൊക്കെ നമ്മുടെ ഈ പറയുന്ന RRB റിലീസ് ചെയ്യുന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഈ കോൾ ലെറ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ പറയുന്ന 10 ഡേയ്സ് മുൻപ് നമുക്ക് ലിങ്ക് ലഭിക്കും. അത് ഒഫീഷ്യൽ സൈറ്റിൽ ആ സമയത്ത് നമുക്ക് എക്സാം സിറ്റിയും കാര്യങ്ങളും ഡേറ്റും കാര്യങ്ങളൊക്കെ അതിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ ആ നമ്മുടെ എക്സാം ഡേറ്റിൻ്റെ ഒരു 4 ദിവസം മുൻപായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോൾ ലെറ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മൾ എക്സാമിന് പോകേണ്ടത്. അപ്പോൾ പ്രത്യേകമായിട്ട് ഇവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതായത് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു എക്സാമിനേഷൻ സെൻറ്ററിലേക്കുള്ള എൻട്രിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് ഒരിക്കൽ കൂടി ആധാർ ലിങ്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ലിങ്ക് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ലിങ്ക് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്താൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. വളരെ സ്മൂത്തായിട്ട് വെരിഫൈ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വെരിഫൈ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾക്കൊരു അഡ്വൈസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്മൂത്തായിട്ടൊരു എൻട്രി കിട്ടും. അതുപോലെ ഒഫീഷ്യൽസിനും വളരെ എളുപ്പമായിരിക്കും നിങ്ങളെ കയറ്റി വിടാൻ. മറ്റുള്ള ഐഡൻറ്റി കാർഡ്, അതായത് വോട്ടർ ID ലൈസൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് വെരിഫിക്കേഷൻ ടൈം പിടിക്കും. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആധാർ നിങ്ങൾ ഇതുവരെ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ കാണിക്കും ആധാർ വെരിഫൈഡ് എന്ന് കാണിക്കും. അതല്ല നിങ്ങൾക്ക് ആധാർ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ലിങ്ക് ഇങ്ങനെ ആക്റ്റീവായി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് കാണിക്കാം നിങ്ങൾക്ക്. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്ത്. അപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് അപ്പോൾ ഞാൻ അതിൽ ലോഗിൻ ചെയ്തു. ഈ പറയുന്ന മെയിൽ ID ഇതൊക്കെ വെച്ച് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണല്ലോ കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൺലൈൻ ആപ്ലിക്കേഷൻ, അതുപോലെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇവിടെ പ്രൊവിഷണലി ആക്സെപ്റ്റഡ് എന്നൊക്കെ കാണും. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്സെപ്റ്റഡ് ആണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ റിജക്റ്റഡ് എന്ന് കണ്ടാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ അതിനുള്ള റീസൺ ഇവിടെ കാണിക്കുന്നത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഡെമോ അക്കൗണ്ടാണ്, ഇതിലേക്ക് ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ജനറൽ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ ഈ ഫസ്റ്റ് പേജിൽ തന്നെ
തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം വെരിഫൈ യൂസിങ് ആധാർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ പേരും അതുപോലെ നിങ്ങളെ പറയുന്നതൊക്കെ ഓക്കെയാണ്. നമ്മൾ ആധാർ കാർഡ് കൊടുത്തിട്ട് നമ്മൾ ഇയർ ബൈ എന്ന് കൊടുത്ത് ഡിക്ലെയർ ചെയ്ത് വെരിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആധാർ കാർഡ് കൊടുത്തിട്ട് അത് ക്ലിയർ ആക്കി നിങ്ങൾ മുന്നോട്ട് പോകാണ് വേണ്ടത്. ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ മീൻസ് ആധാറിൻ്റെ നമ്പർ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഈ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇവിടെ എന്താണ് അത് വെരിഫൈഡ് അല്ല. അപ്പോൾ വെരിഫൈഡ് ആണ് ഇവിടെ കാണിക്കും, ഗ്രീൻ ആയിട്ട് ഇങ്ങനെ കാണിക്കും. നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും, വെരിഫൈഡ് എന്ന് കാണിക്കും. അതല്ലാത്തവർക്ക് ഇങ്ങനെ വെരിഫൈ യൂസിങ് ആധാർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാണ്, നമുക്ക് വളരെ സ്മൂത്തായിട്ട് എൻട്രി കിട്ടും. അതല്ലാതെ നമുക്കത് നിർബന്ധമായിട്ടുള്ള, അതായത് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുക അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരില്ല കേട്ടോ. പക്ഷേ അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്, RRBയും പറയുന്നത്. കാരണം ഈ പറയുന്ന എക്സാമിനേഷനും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനൊക്കെ എളുപ്പമാക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 7/10/2024 നോട്ടീസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത ടൈമാണ്, എക്സാം ഷെഡ്യൂളാണ്. അപ്പോൾ ഈ ഷെഡ്യൂൾ എയിം ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ചൊക്കെ മെറ്റീരിയൽ ജസ്റ്റ് തുടക്കക്കാർക്ക് ജസ്റ്റ് നോക്കാൻ, അതായത് കംപ്ലീറ്റ് ഒരു മെറ്റീരിയൽ എന്നല്ല, പക്ഷെ നമ്മളൊരു നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലൊരു എന്താണ് സീരീസ് ടെസ്റ്റും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് എന്താണ് ഫണ്ടും കാര്യങ്ങളൊക്കെ വേണം. ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ കുറേ പണിയുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ ഒരു സപ്പോർട്ടും വേണം. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റൊക്കെ രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുമോ എന്നുള്ളത്. ഒരു ചെറിയൊരു സർവീസ് ചാർജോട് കൂടി നിങ്ങൾക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ടെസ്റ്റും എന്താണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരുപാട് എക്സാം കാര്യങ്ങൾക്കൊക്കെ പ്രോപ്പറായുള്ള എന്താണ് മെറ്റീരിയൽ ഒന്നുമില്ല. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നല്ല മെറ്റീരിയലൊക്കെ ഉണ്ടാക്കി നമ്മളൊരു രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.